മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ CCTV ദൃശ്യം 24-ന് ലഭിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കാണാതായ പെൺകുട്ടികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെൺകുട്ടികളുടെ ഫോണിലേക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടെന്ന് താനൂർ SHO ജോണി ജെ മറ്റം. എടവണ്ണ സ്വദേശിയുടെ പേരിലാണ് സിം കാർഡ്. ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണെന്നും താനൂർ SHO പറഞ്ഞു. പെൺകുട്ടികൾ മിസ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വൈഡായിട്ടുള്ള സർക്കുലേഷൻ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഈ കുട്ടികളെന്ന് തോന്നുന്ന സമാനമായിട്ടുള്ള ആൾക്കാരെ കണ്ടതിനനുസരിച്ച് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോലീസുകാരെ അയച്ച് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഒക്കെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് CCTV പോലീസുകാരെ പോയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടികളുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരെ വെരിഫൈ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രസന്റ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും പെൺകുട്ടികളുടെ CDR പുതിയതായിട്ട് കിട്ടുന്നതിനനുസരിച്ചും നമ്മൾ അപ്ഡേറ്റ് എടുക്കുന്നു. വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീമാണ് ചേരുന്നത്. സമീർ, ഈ റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും ഇവർ എത്തിയിട്ടുണ്ട്, ആ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏത് ട്രെയിനിലായിരിക്കാം ഇവർ പോയിരിക്കുന്നത് എന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടാവുമല്ലോ. ഈ അന്വേഷണത്തിൽ എന്ത് കൂടുതൽ ലീഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ക്രിസ്റ്റീന, നിലവിൽ ഈ കാണാതായിരിക്കുന്ന പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെ CCTV ദൃശ്യമാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. ഈ രണ്ട് പെൺകുട്ടികളും പരസ്പരം ചേർന്ന് നടന്നു പോകുന്നതാണ് CCTVയിൽ ഉള്ളത്. അതിൽ ആ മാസ്ക് ധരിച്ച പെൺകുട്ടിയാണ് ഫാത്തിമ ഷഹദ എന്ന് പറയുന്ന പെൺകുട്ടി. ആ ബ്ലാക്ക് ടീഷർട്ട് ധരിച്ച പെൺകുട്ടിയാണ് അശ്വതി എന്ന പെൺകുട്ടി. ഈ ഫാത്തിമ ഷഹദ അവരുടെ അനിയത്തിയുടെ സഹോദരിയുടെ ഈ വസ്ത്രവും കയ്യിൽ കരുതിയ ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ളത് ഈ വ്യക്തമാവുകയാണ്. കാരണം ആ സഹോദരിയുടെ വസ്ത്രമാണ് ഈ ഫാത്തിമ ഷഹദ ധരിച്ചത് എന്ന് കുടുംബം വ്യക്തമാക്കുകയാണ്. ഇരുവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ യൂണിഫോം ധരിച്ചാണ് ഇറങ്ങിയത്. പിന്നീട് എവിടെ വെച്ചോ വസ്ത്രം മാറിയ ശേഷമാണ് ഇവർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് ഇരുവരും ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അതിന്റെ മെയിൻ എൻട്രൻസിലുള്ള CCTVയുടെ ആ ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ലഭ്യമായിരിക്കുന്ന മറ്റൊരു വിവരം എന്നുള്ളത് ഈ പെൺകുട്ടികൾ കാണാതാവുന്നതിന്റെ തൊട്ട് മുൻപ് രണ്ടുപേരുടെയും മൊബൈൽ ഫോണിലേക്ക് ഒരേ നമ്പറിൽ നിന്നും മൊബൈൽ കോളുകൾ വന്നിട്ടുണ്ട്. അത് എടവണ്ണ സ്വദേശിയായ ഒരാളുടെ ഫോണിൽ നിന്നാണ് ഫോൺ കോളുകൾ വന്നിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അത് മഹാരാഷ്ട്രയിലാണ് നിലവിൽ ഈ ടവർ ലൊക്കേഷൻ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ട്രെയിൻ കയറി മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് ഒരുപക്ഷെ പോയതാകാം എന്നുള്ള ഒരു നിഗമനവും പോലീസിനുണ്ട്. കാരണം തിരൂരിൽ നിന്നും ഏതാണ്ട് 17 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താൽ മഹാരാഷ്ട്രയിൽ എത്താനാകും. ഒരുപക്ഷെ അങ്ങനെ എത്തിയതാണോ എന്നുള്ളൊരു സംശയവും പോലീസിന് ബലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ ആയിരിക്കുന്ന കോഴിക്കോട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് പെൺകുട്ടികളെ കാണാതാകുന്നത്. രാവിലെ ഏതാണ്ട് ഒരു 11:30 മണിയോട് കൂടിയാണ് ദേവദർ ഹയർ സെക്കൻഡറിയിലെ 2 പെൺകുട്ടികൾ പരീക്ഷയ്ക്കാണെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നത്. എന്നാൽ സ്കൂളിലെത്താത്ത സമയത്ത് അധ്യാപകരാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്, കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഈ മിസ്സിങ്ങിന്റെ വിവരം ഈ വീട്ടുകാർ അറിയുന്നത്. പിന്നീട് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ താനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താനൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടികളെ കണ്ടെത്തിയോ എന്നുള്ളത്. അതിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ അവരെന്തായാലും 12 മണി കഴിഞ്ഞതിന് ശേഷം അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ ടവർ ഉണ്ടായിരുന്നു, ടവർ ലൊക്കേഷനിൽ നിന്നാണ്. പക്ഷേ എടവണ്ണ സ്വദേശിയാണത്. ഇനി കുട്ടികളെങ്ങാനും മഹാരാഷ്ട്രയിലേക്ക് പോയിട്ടുണ്ടോ, ഇക്കാര്യത്തിലാണ് ഇനി അന്വേഷണം വേണ്ടത്. വളരെ നിർണായകമായ സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സുരക്ഷിതരായി തിരിച്ചെത്തണേ. നമ്മൾ പ്രതീക്ഷിക്കാം. ഒരുമിച്ചാണ് ഇറങ്ങിയത് എന്നുള്ളത്.